ഇതിന്റെ ഉള്ളില് എവിടെയെങ്കിലും ഉള്ളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിനിപ്പോ ഓൾറെഡി പവർ ഉണ്ട്. ഇതേപോലെ തകിട് വെച്ച് തരികയാണെങ്കിലോ ഭക്ഷണത്തിനകത്ത് ചേർത്ത് തരികയാണെങ്കിലോ ആഭിചാരപരമായിട്ടുള്ള അറിയാവുന്നവൻ ചെയ്താൽ അവന്റെ അവസാനവും ഉണ്ട്, നല്ലതും ഉണ്ട്. എന്റെ കയ്യും പോയി. എന്തുവാ ഇത്? എന്തുവാ ചേച്ചി ജസ്റ്റ് പ്രാങ്ക്. ഇത് കണ്ടോ? പ്രാങ്ക് എല്ലാ പ്രാവശ്യവും കാണും. നീ വന്നപ്പോഴേ എനിക്കറിയാൻ എന്തെങ്കിലും കാണുമെന്ന്. പിടിച്ച് പേടിക്കാനൊന്നുമില്ല. പിടിച്ച മോള് കൊണ്ടുക്കോ ചേച്ചിക്ക് വേണ്ടി സാമിയുടെ വീഡിയോ കാണുന്നതിന് മുന്നെയാണ് ഞാൻ എടുത്തോളാം. കൊണ്ടുക്കോ വിശ്വാസമില്ലാന്ന് കൊണ്ടുക്കോ. ചേച്ചി പേടിയില്ലാന്നല്ലേ? വേണ്ട, പേടിയില്ല. കൂടാത്തരത്തിലൊന്നും വിശ്വാസം ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ആ പ്ലാച്ചി എന്ന് പറയുന്ന ആ പാവയ്ക്കകത്ത് കൂടോത്രം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ലെന്നാ ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ അത് ഫീൽ ചെയ്തിട്ടില്ലെന്ന്. പ്ലാച്ചിയുടെ കൂടോത്രമുണ്ട്, അതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത് എന്ന് പറഞ്ഞിട്ടൊരു സ്വാമി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏത് ഈ പാവയ്ക്കകത്ത് കൂടോത്രം ഉണ്ടെന്നാണ് സ്വാമി? അതെ അതെ അതെ. അതെന്താ പ്ലാച്ചി? ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. അതിനകത്തൊരു ശക്തി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പാവയല്ലേ പാവ. അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ, തോന്നില്ല. ഇപ്പോഴും വിറയ്ക്കുവാണോ? അല്ല, എലിയോ വല്ലോ ആണെന്ന് ഓർത്താ ഞാൻ ചാടിയത്. പ്ലാച്ചിയാന്ന് എന്റെ ദൈവം, എന്റെ അനുമോളെ പ്ലാച്ചി ദേവന്റെ ഇവിടെ. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ പലരും ഇത് പറയുന്നുണ്ടായിരുന്നു, അത് കൂടോത്രമാണ്. എന്നോട് അങ്ങനെ പറഞ്ഞാൽ പോലും, ഞാൻ കേട്ടാൽ പോലും തലയാട്ടി കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതല്ലാതെ അതിനെപ്പറ്റി വിശദീകരിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ അവർക്ക് തോന്നിയതായിരിക്കാം, എനിക്കറിയില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അതിനെപ്പറ്റി. പാച്ചി ഇനിയും പ്രേതമാണോ കൂടോത്രം എനിക്കറിയത്തില്ല. എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ ഒന്നും എവിടെയും. ഇപ്പം അനബല്ലയാണോ പ്ലാച്ചി എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഞാൻ ആ പ്ലാച്ചിയെ അധികം കൊഞ്ചിച്ചിട്ടില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് പാവേനെ കൊഞ്ചിക്കാനൊന്നും എനിക്കതൊന്നും അറിയില്ല. നമ്മൾ ഗുണത്തിനും പോയിട്ടില്ല, ദോഷത്തിനും പോയി. സോ അതുകൊണ്ട് എനിക്കതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ട് പോയി. ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്ലാച്ചിനെ തൊട്ട് അതിനെ എടുത്തവരാണ് എവിക്റ്റ് ആയി പുറത്തു പോകുന്നത്. ഞാൻ ഒരു പ്രാവശ്യം തൊട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് വെച്ചുകൊണ്ടായിരിക്കും ഞാൻ നടന്നു വന്നത്. നമ്മുടെ അനുമോൾ വിന്നറായതിനെ പറ്റി ചേച്ചിക്ക് എന്താ പറയാ? സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നത് സന്തോഷം. ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് വെച്ചാൽ അനീഷ. അപ്പോൾ അനുമോൾ വിന്നറായി, സന്തോഷം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലായിരിക്കും വിന്നർ, പ്രേക്ഷകരുടെ വിധി. ചേച്ചി, നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ സൈബർ ബുള്ളിങ് ആയാലും ഫുൾ കമന്റ്സ് ആയാലും ഫുൾ എനിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കും, ഞാനത് പ്രതികരിക്കും. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ പ്രേക്ഷകരെ. എനിക്ക് ഈ കുട്ടിയുടെ അടുത്ത് വ്യക്തിപരമായിട്ട് യാതൊരുവിധ പ്രശ്നമില്ല. ഇപ്പം വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല. അതിനൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചെന്നല്ല, പക്ഷെ ഇത്രയും നെഗറ്റീവ് ആവുമെന്നും ഞാൻ വിചാരിച്ചില്ല. പ്രേക്ഷകരുടെ മുന്നിൽ നിങ്ങൾ ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ അതിൻ്റെ പേരിൽ ഏറ്റവും നിറഞ്ഞു. ഞാൻ നല്ല തിരക്കായപ്പോൾ ഞാനിതൊന്നും കണ്ടില്ല. എന്നോട് കുറേ പേര് ചോദിച്ചു സ്ക്രിപ്റ്റഡ് ആണോ? സ്ക്രിപ്റ്റഡ് അല്ല, ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. ആ കുട്ടിയോട് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വെച്ച് നിങ്ങളുടെ മുന്നിൽ എന്തായാലും എനിക്ക് ദേഷ്യമൊക്കെ മാറി. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലാന്ന് കാണിക്കാൻ ചേച്ചി ഒന്ന് ഹഗ് ചെയ്യാമോ? തീർച്ചയായിട്ടും. എല്ലാവരും പറയുന്നൊരു കാര്യം, ചേച്ചി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിട്ട് മാറി എന്നാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ സിറ്റുവേഷനാണ്, എൻ്റെ സാഹചര്യമാണ് എന്നെ ഈ ഒരു ധൈര്യം ആയിട്ട് എത്തിച്ചത്. ബാഡ് കമന്റുകൾ ഞാൻ വീട്ടിൽ ഇരുന്ന് അതൊന്നും ഇതൊന്നും കേൾക്കേണ്ട വരില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറന്നുയർന്നു. അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പറന്നുയർന്നു. അതുപോലെ എന്ത് വന്നാലും പതറില്ല, മുന്നോട്ട് തന്നെ പോകുന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഒരു 100 പേര് നമ്മളെ നെഗറ്റീവ് പറഞ്ഞെങ്കിലും നമ്മളെ അറിയാവുന്ന ഒരു 2 പേര് മതി നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ 2-3 ദിവസമായി ടാറ്റു അടിച്ചു. ടാറ്റു ഒന്ന് കാണിച്ചു തരാമോ? എന്താ അതിൽ എഴുതിയേക്കുന്നേ? നോക്ക്. സുധിച്ചേട്ടൻ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു. ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു, പ്രപ്പോസൽസ്. അപ്പം അതില് ഒരെണ്ണം ഇപ്പൊ എന്തായാലും ഇങ്ങനെ നിപ്പുണ്ട്. എന്നെ നോക്കണം എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് ബോധ്യമാകണം. ഇത് എനിക്ക് കുറേ നാൾ സമയം എടുക്കും ബോധ്യമാകണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കെട്ടാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആളോടൊന്നും പറഞ്ഞിട്ടില്ല. ആളുടെ ഇഷ്ടം പറഞ്ഞു. ഞാൻ വെയിറ്റ് നോക്കാം ആലോചിക്കാം. അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേ. അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്ഷിപ്പിൽ പോകാറുണ്ട്, അല്ലാതെ മറ്റൊരു രീതിയിൽ ഇല്ല.
ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. സോ എപ്പോഴും നമ്മളുടെ എൻ്റെ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റ് ആണ് രേണു ചേച്ചി. ചേച്ചി സ്വാഗതം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? സോറി, നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വിശേഷങ്ങൾ അടിപൊളി. അടിപൊളി. നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, ഷൂട്ട് കഴിഞ്ഞ് വന്നാണ്. വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു ആണ് അടൂര് വന്നു. ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സോങ് ഒന്ന് ആദ്യം വടിത്തരൂ. അത്രയും വൈറലായ ബിഗ് ബോസിൽ റീഎൻട്രിക്ക് പോയപ്പോ പാടിയ ആ ഒരു സോങ് വസീകര ഒന്ന് പാടിത്തരാമോ? വസീകര എന്നെഞ്ചിലിതിൽ പൊൻപൊൻമടിയിൽ തൂങ്കിനായി പോകുമതേ ഗണം. പാട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തു. ഇത്രയും കഴിവുണ്ട് അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പാടും എന്നുള്ളത് റീഎൻട്രിക്ക് പോയപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത്. ഒരു സിംഗറും കൂടെയാണ്. പക്ഷെ ഞാൻ ദുബായിലും ബഹറിലൊക്കെ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പാടുന്ന പാട്ടാണ്. ഓരോ പ്രേക്ഷകർ, അതായത് ഗസ്റ്റുകൾ വരുമ്പോൾ എന്നെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യും, വസീകര പാട് വസീകര. അപ്പൊ അത് പാടി ഞാൻ കരോക്കെ ഇട്ട് തകർത്ത പാട്ടുകളാണ് ഇതൊക്കെ. ആണ് ഒരു ടിവിയിൽ പാടാൻ പറ്റിയത് അതിനേക്കാളും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രത്യേകിച്ച് ലാലേട്ടന്റെ മുൻപിൽ പാടാൻ പറ്റിയത്. പിന്നെ ലോകത്തുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകരുടെ മുന്നിലും ശിവാംഗിയുടെ മുന്നില്. ശിവാംഗി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാന് കുട്ടീനെ കേട്ടിട്ടുണ്ട്, അറിയാം. നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. സോ പാടിയപ്പം ആളുടെ എക്സ്പ്രഷനൊക്കെ പിന്നീടാണ് കണ്ടത്. സോ ഞാൻ പ്രൗഡ് ചെയ്തു. പാട്ട് കഴിഞ്ഞിട്ട് ശിവാംഗി എന്തെങ്കിലും പറഞ്ഞോ? ഞെട്ടിപ്പോയല്ലോ ആള്, ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അങ്ങനെ എന്നോട് അങ്ങനെ പേഴ്സണലി പറഞ്ഞു, ഹായ് പറഞ്ഞു, ബൈ പറഞ്ഞു. ലാസ്റ്റ് സോങ് ആയിരുന്നു. ഓക്കെ, ബിഗ് ബോസിന് ശേഷമുള്ള റീഎൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നൈസ്. നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും പോയതൊന്നും അല്ല. നമ്മൾ കയറി 2 ദിവസം നിന്ന് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് പറഞ്ഞു തിരിച്ചു വന്നു. ബാക്കി പലരും റീഎൻട്രിക്ക് കയറിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയത്. യെസ്, കണ്ടന്റ്. എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്ന തന്നെ അതൊരു എനിക്ക് കണ്ടന്റ് ആയിട്ടാണ് തോന്നുന്നത്. എന്തിനാണ് വെറുതെ മനഃപൂർവ്വം ഈ വഴക്ക് പിടിക്കുക, അടി പിടിക്കുക? എനിക്കത് പറ്റൂല. അത് മറ്റുള്ളവർ അവരുടെ മനസ്സിനേറ്റ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അവരെ കുറ്റപ്പെടുത്തുമല്ല. അവരുടെ മനസ്സിനേറ്റ പ്രശ്നങ്ങൾ അവരത് വിട്ട് കാണത്തില്ല. അത് അവർ ചോദിക്കാൻ കിട്ടിയ അവസരമാണ്. ചോദിക്കാൻ കിട്ടുന്ന അവസരത്തിലാണ് അവർ ചോദിക്കുക. അല്ലാതെ ചോദിക്കാൻ ഒരു അവസരം കിട്ടിയില്ല, പിന്നീട് ഒരു അവസരം വരുമ്പോൾ നമ്മൾ ചില ആളുകളുണ്ട് ആ അവസരം കിട്ടട്ടെ നോക്കിയിരിക്കും. അതൊരിക്കലും തെറ്റാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അവിടെ പോയി പാട്ടുപാടി ഡാൻസ് കളിച്ചു, തിരിച്ചു വന്നു. സന്തോഷം. ചേച്ചി ഇപ്പൊ ഭയങ്കര ബിസി ആണല്ലോ. ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷമാണ് അത്ര ബിസി ആവാൻ തുടങ്ങിയത്. നല്ല ബിസിയാണ്. നേരത്തെ ബിസി ഉണ്ടായിരുന്നു, പക്ഷെ ആ ബിസിക്ക് ഒരു എന്താ പറയാ, എവിടെയോ എന്തോ എവിടെയോ എന്തൊരു തകരാറുണ്ടായിരുന്നു. സോ ഇപ്പൊ അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി ഒരു സെലിബ്രിറ്റി ബിഗ് ബോസ്. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഒന്നും കൂടെ എന്തോ ഞാൻ എന്നെ തന്നെയാണോ എല്ലാവരും ഓടി വരിക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഭയങ്കര എന്നെ രേണു ചേച്ചി എന്നൊക്കെ പറഞ്ഞ, നേരത്തെ സുചേണ്ട വൈഫ് രേണു ചേച്ചി, ഇന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് രേണു സുധി. സുചേണ്ട വൈഫ് തന്നെയാണ്, എന്നാലും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. നമ്മുടെ അനുമോള് വിന്നർ ആയതിനെ പറ്റി ചേച്ചിക്ക് എന്താ പറയാ? സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്നത് സന്തോഷം. ചേച്ചി ആരെ വിന്നർ ആക്കും എന്നാ പ്രതീക്ഷിച്ചത്? ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് വെച്ചാൽ അനീഷാണ്. സോ അനുമോള് വിന്നറായി, സന്തോഷം. ആണ്. ഡിസേർവിംഗ് ആരായിരുന്നു? അനീഷായിരുന്നോ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗെയിമേഴ്സിനെ പറ്റി ഓരോ അഭിപ്രായം ഉണ്ടല്ലേ. നമുക്ക് ഫേവറേറ്റ്സ് ഉണ്ട്. ഇപ്പം ഈ റിയാലിറ്റി ഷോ അല്ലാതെ നേരത്തെ അതിന് മുന്നുള്ള ഐഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോ ഞാൻ എപ്പോഴും പറയായിരുന്നു, എനിക്ക് ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആള് വിന്നറായില്ല, വേറെ ആളാണ് വിന്നറായത്. പണ്ടത്തെ ജിൻസ് എന്ന് പറഞ്ഞ ജിൻസ് ഗോപിനാഥ്, പണ്ട് ഭയങ്കര ഫാനായിരുന്നു ഞാൻ. പിന്നീട് ഞാൻ മിണ്ടുമൊക്കെ ചെയ്ത് സൂചേണ്ടോ ഞാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വിചാരം ജിൻസ് വിന്നറാകും. പക്ഷെ ലാസ്റ്റ് ജിൻസ് വന്ന് ജിൻസ് പോയി കഴിഞ്ഞ് വേറെ എനിക്ക് വന്ന ആരായിരുന്നു അന്നത്തെ വിന്നർ ഓർമ്മയുണ്ടോ? ഐഡിയ സ്റ്റാർ സിംഗർ 2007 ഐഡിയ സ്റ്റാർ സിംഗർ ജിൻസ് ഗോപിനാഥിന്റെ. അന്നൊക്കെ നിങ്ങളില്ല, നിങ്ങൾ ജനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ജനിച്ചിട്ടുണ്ട്, കുഞ്ഞു ഭാവയാണ്. അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്ന ആളല്ലായിരിക്കും വിന്നർ. പ്രേക്ഷകരുടെ വിധി പ്രകാരം, വിധി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ വിധിയല്ല, വിധി പ്രകാരം വോട്ട് ചെയ്ത ആളായിരിക്കും വിന്നർ അല്ലേ? അങ്ങനെ പലരും പറയുന്നു ഇത്തവണ അർഹിക്കാത്ത ഒരു അവാർഡാണ് കൊടുത്തത്. പലരും പറയട്ടെ, ഞാൻ എന്തായാലും പറയുന്നില്ല. ഞാൻ സന്തോഷം എന്ന് മാത്രമേ പറയത്തുള്ളൂ. പലരും പറയട്ടെ. നമ്മളിപ്പോ പലരും പറയുന്നത് വെച്ച് നമുക്ക് എന്തും പറയാന്നുണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതേ നമ്മൾ പറയുള്ളൂ. യെസ്, അതെ. ചേച്ചി, നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വൈറലായിട്ട്
ചേച്ചിക്ക് എനിക്കായിരുന്നു ഫുൾ ബാഡ് കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ചേച്ചിയോട് എന്തിനാ ഇങ്ങനെ ചോദിച്ചത്? അപ്പൊ ഫുൾ സൈബർ ബുള്ളിങ് ആയാലും ഫുൾ കമന്റ്സ് ആയാലും ഫുൾ എനിക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ചിലവർക്ക് ഒരു ചിന്തയുണ്ട് സ്ക്രിപ്റ്റഡ് ആണോ, പക്ഷെ അത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. എനിക്ക് ആമിനയുടെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല. പിന്നെ ആ സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാനത് പ്രതികരിക്കും. ഇപ്പൊ ആമിനയല്ല, ആരാണെങ്കിലും എൻ്റെ അടുത്ത് അങ്ങനത്തെ അമ്മാതിരി ചോദ്യം ചോദിച്ചാൽ രേണു സുധി പ്രതികരിച്ചിരിക്കും. ചിലവരുടെയൊക്കെ അതിനകത്ത് കമന്റ് ഞാൻ കണ്ട് സ്ക്രിപ്റ്റഡ് ആണോ, ഇത് അയ്യോ എന്നിട്ട് കൊളാബ് ചെയ്ത്. എനിക്ക് കൊളാബ് ചെയ്തായിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളുടെ ചാനൽ മെയിൻ സ്ട്രീം വണ്ണിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ കൊളാബ് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഇപ്പം എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ പ്രേക്ഷകരെ. എനിക്ക് ഈ കുട്ടിയുടെ അടുത്ത് വ്യക്തിപരമായിട്ട് യാതൊരുവിധ പ്രശ്നമില്ല. ഇപ്പം വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല, ഞാൻ അങ്ങനെയാണ്. അതന്ന് അവിടെ കഴിഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് നല്ല കലിപ്പുണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ തീർക്കുകയും ചെയ്തു. അത് അതോടുകൂടി കഴിഞ്ഞു. അന്ന് ഞാനും ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചെന്നല്ല, പക്ഷെ ഇത്രയും നെഗറ്റീവ് ആവുമെന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ നോർമൽ ചോദിച്ചൊരു കാര്യം വിചാരിച്ചത് സ്ക്രിപ്റ്റഡ് ആണ്. എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റഡ് ആകേണ്ട കാര്യമില്ല. കാരണം എല്ലാം ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആവോ ഇല്ല. അന്നേരം കുട്ടി അങ്ങനെ ഞാൻ അറിഞ്ഞില്ല കുട്ടി അങ്ങനെ ചോദിക്കുന്നു. ഇതിനു മുന്നേ നമ്മൾ ആമിന ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ചോദ്യം ആമിനയിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. അപ്പം പ്രേക്ഷകരുടെ മുന്നിൽ നിങ്ങൾ ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ അതിന്റെ പേരിൽ ഏറ്റവും അറിഞ്ഞു. ഞാൻ നല്ല തിരക്കായപ്പോൾ ഞാനിതൊന്നും കണ്ടില്ല. എന്നോട് കുറെ പേര് ചോദിച്ചു സ്ക്രിപ്റ്റഡ് ആണോ? സ്ക്രിപ്റ്റഡ് അല്ല, ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. ആ കുട്ടിയോട് എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങളുടെ മുന്നിൽ എന്തായാലും എനിക്ക് ദേഷ്യമൊക്കെ മാറി. സോറി. എന്തായാലും എല്ലാവരും വിചാരിച്ചു വെച്ചെങ്കിൽ നമ്മൾ തമ്മിൽ ഇപ്പോഴും എന്തോ ദേഷ്യം പോലെയാണ്. ഒരു ദേഷ്യമില്ല. അന്നുണ്ടായിരുന്നു കേട്ടോ ആമിന, അന്ന് നല്ല ദേഷ്യമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം സ്ക്രിപ്റ്റഡ് അല്ല. അപ്പൊ നമുക്ക് ദേഷ്യം വരും, നല്ല രീതിയിൽ ദേഷ്യം വരും. നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിപ്പോയതും. മനസ്സിലായി. ഓക്കെ, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലാന്ന് കാണിക്കാൻ ചേച്ചി ഒന്ന് ഹഗ് ചെയ്യാമോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് തരാം. ഓക്കെ, അപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് അതെ 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 ഞാനത് പ്രേക്ഷകരോട് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു കുഴപ്പമില്ല. നല്ലൊരു കുട്ടിയാണ്. കുട്ടി ചോദിച്ചു, ഞാനത് ഷൗട്ട് ചെയ്തു, അത് അന്നേരം തീർന്നു. ഓക്കെ, എനിവേ ഈ ഫിനാലെ ഒരു എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലായിരുന്നോ? അതെ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം നല്ല അടിപൊളി ഡ്രസ്സ്, ലാലേട്ടന് സെയിം കളർ ഡ്രസ്സ് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അന്ന് കുറച്ചുകൂടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ച് ഭയങ്കര ഒരു സുന്ദരിയായിട്ടായിരുന്നു. സോ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിപ്പോ ടിവിയിലൂടെ മാത്രമേ ഉള്ളൂ ഇത് സീസൺ 6 വരെയും കണ്ടിട്ടുണ്ടായിരുന്നത്. നേരിട്ട് കണ്ടെങ്കിൽ അത് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ബിബി കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ലായിരുന്നു. സോ എങ്കിൽ പോലും നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പം ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടിരുന്നു നേരിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ചേച്ചി ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറിയെന്നാണ്. ചേച്ചി ബോൾഡ് ആയിട്ട് ജീവിക്കുന്നത് എല്ലാവർക്കും കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ചേച്ചി മാറുന്നുണ്ട്. ഒരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീ. അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്ത്രീകൾക്ക് ചേച്ചി കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്തായിരിക്കും? അതായത് ബോൾഡായ സ്ത്രീകൾക്കാണോ? അല്ല, ബോൾഡ് ആവാത്ത. അത് എന്നെ സംബന്ധിച്ച് എന്റെ സിറ്റുവേഷൻ ആണ്, എന്റെ സാഹചര്യമാണ് എന്നെ ഈ ഒരു ധൈര്യം ആയിട്ട് എത്തിച്ചത്. അതുപോലെ എന്ത് വന്നാലും പതറില്ല, മുന്നോട്ട് തന്നെ പോകുന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഒരു 100 പേര് നമ്മളെ നെഗറ്റീവ് പറഞ്ഞെങ്കിലും നമ്മളെ അറിയാവുന്ന ഒരു 2 പേര് മതി നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിരിക്കും. അതായത് എവിടെയാണെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നമുക്ക് ഉണ്ടായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഒരു കച്ചിത്തുരുമ്പ് പോലെ ഏതായാലും ഒരാളെങ്കിലും നമുക്കൊപ്പം ഉണ്ടായിരിക്കും. അത് മതി മുന്നോട്ട് പോകാനുള്ള ശക്തി. സോ അതേ എനിക്ക് പറയാനുള്ളൂ. ആരും തകർന്നു പോകല്. എന്ത് പ്രശ്നം വന്നാലും സ്ത്രീകളുടെ ഇടയിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അതിനുശേഷമുള്ള സൈബർ ബുള്ളിങ്, അതിനുശേഷമുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകൾ, തെറി, പ്രശ്നങ്ങൾ, കമന്റുകൾ, ബാഡ് കമന്റുകൾ, ഞാൻ വീട്ടിൽ ഇരുന്ന് ഇതൊന്നും കേൾക്കേണ്ട വരില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറന്നുയർന്നു, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പറന്നുയർന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ നിങ്ങൾ മുന്നോട്ട് വരാം. സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും കുഴിച്ചുമൂടി നിങ്ങൾ വീട്ടിലൊരു മൂലയ്ക്ക് ഇരിക്കേണ്ടവരല്ല. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സമൂഹത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്ന പോലെ നിങ്ങളും മുന്നോട്ട് പോകാൻ നമുക്ക് ഒരാളെങ്കിലും, ആരുമില്ലെങ്കിലും ദൈവമെങ്കിലും ഉണ്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും തകർന്നിരിക്കരുത്, മുന്നോട്ട് തന്നെ പോകാം. ഞാൻ കണ്ടില്ലേ പോകുന്നത്, അത്രേ ഉള്ളൂ. അതുപോലെ പിന്നെ എല്ലാം വരുന്നിടത്ത് വെച്ച് അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാം വരുന്നിടത്ത് വെച്ച് കണ്ട് ഫേസ് ചെയ്യുന്ന ആളാണ് ചേച്ചി. അതെ അല്ലെ? ഒരുപാട് അങ്ങനെ അനുഭവിക്കുന്നത്, മീൻസ് ഇപ്പോ പണ്ടത്തെ പോലെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടോ? അതോ
എല്ലാം സത്യം പറഞ്ഞ പണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം മൈൻഡ് ചെയ്തിട്ട് ചില സമയമൊക്കെ വിഷമം വരും. പക്ഷെ ഇപ്പൊ യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പൊ ഫേസ് എല്ലാത്തിനും ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഒക്കെ നല്ല രീതിയിൽ കട്ടിയായി. ഹാർട്ട് കട്ടിയായില്ല, മനസ്സൊക്കെ കല്ലായി. സോ നമുക്ക് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും നമുക്ക് വിഷയമല്ലാതായി. അതുപോലെ തന്നെ ചേച്ചി ഒരു വീഡിയോയില് ചേച്ചി ബൗൺസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ വിവരമില്ലാത്ത ആളാണ് ചേച്ചി ഒരുപാട് കമന്റ്സ്. എനിക്ക് വിവരമില്ല. ചിലപ്പോ നമ്മൾ സംസാരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. വിവരമില്ലാത്ത ആളാണെങ്കിൽ ആയിക്കോട്ടെ, ബൗൺസേഴ്സിനെ ബൗൺസേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ, പറയട്ടെ. നമ്മളൊക്കെ പലരും പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പോലെ പറയും. നമ്മൾ അത് ഡിഗ്രി പഠിച്ച് പറയേണ്ട കാര്യമൊന്നും നമുക്കില്ല. സോ അങ്ങനെ പറഞ്ഞ അത്രയും വിവരം ഇല്ലായിരിക്കും എനിക്ക്. പറയാനുള്ള വിവരം ഇല്ലായിരിക്കും. അത് ഞാൻ അംഗീകരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ചേച്ചി അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെക്കാളും വൈറലായ ഒരു കാര്യമാണ് നമ്മുടെ അനുമോളുടെ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു പാവയായിരുന്നു. കണ്ടസ്റ്റൻസിനെക്കാളും എയറിലായത് ഒരു പ്ലാച്ചി എന്ന് പറയുന്ന പാവയായിരുന്നു. ശരിക്കും ആ പ്ലാച്ചിനെ കൊണ്ടിട്ട് പലരും അത് കൂടോത്രമാണ്, അല്ലെങ്കിൽ അത് നെഗറ്റീവ് എനർജിയാണ്, ബ്ലാക്ക് മാജിക് ആണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെ ചേച്ചിക്ക് എന്തെങ്കിലും വിശ്വാസം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ അനബല്ല എന്നൊക്കെ പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. സോ അതിനകത്തൊരു പാവയാണ്. അതൊരു പാവയ്ക്കകത്ത് എനിക്ക് തോന്നുന്ന ഒരു പ്രേതം കൂടി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജീനെ ആ പാവയിൽ ഉള്ളിലേക്ക് കൊടുത്തിട്ട് അതാണ് പിന്നീട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോ അനബല്ല. ഇപ്പം അനബല്ലയാണോ പ്ലാച്ചി എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഞാൻ ആ പ്ലാച്ചിയെ അധികം കൊഞ്ചിച്ചിട്ടില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് പാവേനെ കൊഞ്ചിക്കാനൊന്നും എനിക്കതൊന്നും അറിയില്ല. സിമ്പിൾ. എല്ലാവരും ചുക്കുടുമോനെ തൊത്തുടുമോനെ ജസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം പ്ലാച്ചിനെ ഞാൻ മടി വെച്ചിട്ടുണ്ട്. അനുമോളും അനീഷും വന്നു ജയിലിലായിരുന്നു. അപ്പം ഞാൻ അവിടെ വെളിയിൽ വന്നിരുന്നപ്പം അനുമോളുടെ പ്ലാച്ചിനെ ഒന്ന് എടുത്ത് മോളെ എന്ന് പറഞ്ഞ അവിടെ വെച്ചു. അതല്ലാതെ എനിക്ക് ഈ പ്ലാച്ചിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അനബല്ലയെ പറ്റി ചോദിച്ചാൽ എനിക്കറിയാം അതൊരു പ്രേതം കൂടിയ ഒരു പാവയാണ്. ഈ പ്ലാച്ചിയുടെ കാര്യം ചോദിച്ചാൽ ചേച്ചി പുറത്തിറങ്ങിയപ്പോ കണ്ടില്ല എല്ലാരും പറയുന്നുണ്ട് കൂടോത്രമാണെന്ന്. ചേച്ചിക്ക് അതിനകത്ത് ഉണ്ടാകുന്നപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ പ്ലാച്ചിയെ പറ്റി അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. തോന്നാത്ത കാര്യം ഞാൻ പറയത്തില്ല. എന്റെ നേരെ എറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കാണിച്ച് പേടിപ്പിച്ചിട്ടോ ഒന്നുമില്ല. ചേച്ചിന്റെ അടുത്ത് മുന്നിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ പേടിപ്പിച്ചില്ല. പലരെ പറഞ്ഞ് ഇന്ന് വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഓരോ പ്രമോലൊക്കെ നെവിന്റെ ദേഹത്തോട്ട് അത് കണ്ടല്ലാതെ ഞാനത് കൈ കൊണ്ട് അന്നാണ് തൊടുന്നത്. അല്ലാതെ ഞാൻ അതിനെ കൊഞ്ചിക്കാനും പോയിട്ടില്ല. നമ്മൾ ഗുണത്തിനും പോയിട്ടില്ല, ദോഷത്തിനും പോയിട്ടില്ല. സോ അതുകൊണ്ട് എനിക്കതൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുമില്ല. ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ പലരും ഇത് പറയുന്നുണ്ടായിരുന്നു. അത് കൂടോത്രമാണ്, അതിന്റെ അടുത്ത് അതിനുള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിനോട് അങ്ങനെ ആരെങ്കിലും അതിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്നോട് അങ്ങനെ പറഞ്ഞാൽ പോലും ഞാൻ കേട്ടാൽ പോലും തലയാട്ടി കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതല്ലാതെ അതിനെപ്പറ്റി വിശദീകരിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. മനസ്സിലായോ? അങ്ങനെ അവർക്ക് തോന്നിയതായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതിനെപ്പറ്റി. അപ്പൊ അവിടെ രൂപ എനിക്ക് ഇപ്പോഴും പറയും, പിള്ളേരൊക്കെ കളിയുന്ന കാറിലൊക്കെ തൂക്കിയിടുന്ന പോലത്തെ ചെറിയ സാധനം, ഒരു ബ്രൗൺ കളർ അല്ലേ, അതല്ലേ പ്ലാച്ചി. അതിന്റെ അടിയിൽ അങ്ങോട്ട് പ്ലച്ചിയോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അതിന്റെ കമ്പനി നെയിമോ എഴുതിയിട്ടുണ്ട്. സോ അതിന് നമുക്കറിയത്തില്ല. നമുക്ക് അനബല്ല പാവയെ മാത്രമേ കൂടോത്രമോ അല്ലെങ്കിൽ പ്രേതമാണെന്ന് അറിയത്തില്ല. പ്ലാച്ചി ഇനിയും പ്രേതമാണോ കൂടോത്രം എനിക്കറിയത്തില്ല. എനിക്കറിയാൻ വയ്യാത്ത കാര്യം ഞാൻ ഒന്നും എവിടെയും പറയത്തില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അനബല്ല സിനിമയാണ് അല്ല, എല്ലാവർക്കും അറിയാം. അത് നടന്ന സംഭവമൊന്നും അല്ലല്ലോ, സിനിമയാണ്. ഇപ്പൊ നടന്ന സംഭവമാണെന്ന് എനിക്കറിയില്ല. എന്റെ കുഞ്ഞറിവിൽ വെച്ചിട്ട് അതൊരു സിനിമയാണ്, അതൊരു സ്റ്റോറിയാണ്. സോ പിന്നെ ഈ പാവയിലൊക്കെ കൂടോത്രം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൂടോത്രത്തെ പറ്റി ഡീറ്റെയിൽ ഞാൻ കൂടോത്രം ചെയ്യാനെങ്കിലും പോയിട്ടില്ല. കൂടോത്രം എന്ന് കേൾക്കുന്നതേ പേടിയാണ്. അപ്പൊ പിന്നെ നമ്മള് ഇതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മള് കൂടുതലും എന്താ പറയാ പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകുന്ന സൈഡിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ആർക്കും ദോഷം ചെയ്യാൻ, കൂടോത്രം എന്ന് പറഞ്ഞാൽ ദോഷമാണല്ലോ. സോ അതിനൊന്നും നമ്മൾ പോകാത്തതുകൊണ്ട് പാവയ്ക്കകത്ത് ചെയ്യാൻ പറ്റുമോ, ജിന്നിനെ കയറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ചാത്തനെ കയറ്റാൻ പറ്റുമോ ഒന്നും നമുക്കറിയില്ല. ശരിക്കും നമ്മുടെ പലരും പറയുന്നുണ്ട് പ്ലാച്ച് കയ്യിലുള്ളത് കൊണ്ടാണ് അനുമോള് ജയിച്ചത് എന്ന്. അങ്ങനെ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതെന്താ പ്ലാച്ച്? ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. അതിനകത്തൊരു ശക്തി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു പാവയല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല കേട്ടാ, തോന്നില്ല. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ആ ബിഗ് ബോസ് ഹൗസിനുള്ളില് പ്ലാച്ചിനെ തൊട്ട് അതിനെ എടുത്തവരാണ് എവിക്റ്റ് ആയി പുറത്തു പോകുന്നത്. ഞാൻ നടന്നു വന്നതോ? ഞാൻ ഒരു പ്രാവശ്യം തൊട്ട് ഇങ്ങനെ കൊഞ്ചിച്ച് വെച്ചുകൊണ്ടായിരിക്കും ഞാൻ അത് പറഞ്ഞപ്പോഴല്ലേ ഈ ബിഗ് ബോസ് സീസൺ 7 എവിക്റ്റ് ഇന്നും ഫിനാലെ കഴിഞ്ഞിട്ട് എവിക്റ്റ് ആകാത്ത ഒരു വ്യക്തിയേ ഉള്ളൂ. അത് രേണുസുതിയാന്നൊക്കെ
ദൈവമേ മറ്റേ വസീകരയുടെ ഷോർട്സ് ഇറങ്ങി അതിൻ്റെ ഇടയിൽ കമന്റ് ആദ്യം ഒരു തെറിയാണ്, എന്നിട്ട് ചിരിച്ചോണ്ട് ഇനി രേണുസുതിക്ക് എവിടെ ചെന്ന് വോട്ട് ചെയ്യുമെന്ന് എന്നാ ചെയ്യണമെന്ന് രേണുസുതിക്ക് വോട്ട് ചെയ്യാൻ. ഫിനാലെ കഴിഞ്ഞിട്ടും എവിക്റ്റാകത്ത ഞാൻ മാത്രമേ ഉള്ളൂ. ആണ്. അപ്പൊ ചേച്ചി സംഭവം എന്താന്ന് വെച്ചാല് ഇതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ട് പ്ലാച്ചി കൂടോത്രമാണ് അല്ലെങ്കിൽ ചാത്തനാണ്, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട്, വിശ്വസിക്കാത്തവർ കുറവുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഉറപ്പായിട്ടും. അപ്പം വിശ്വസിക്കുന്നവർ പറയുന്നത് അനുമോളുടെ കയ്യിൽ പ്ലാച്ച് ഉള്ളതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത്, അല്ലെങ്കിൽ പ്ലാച്ചിന് തൊട്ടവരെല്ലാം എവിക്റ്റ് ആയി പോയി, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സ്വാമി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. ഒരു ബ്ലാക്ക് ഒക്കെ ഇട്ടല്ലേ? അതെ, ഒരു സ്വാമി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പ്ലാച്ചി കൂടോത്രമാണ്, അതുകൊണ്ടാണ് അനുമോൾ ജയിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ സ്വാമിയുടെ അടുത്ത് ഞങ്ങൾ പോയിരുന്നു. അപ്പൊ സ്വാമിയുടെ ഒരു വീഡിയോ ഞാൻ ചേച്ചിക്ക് കാണിച്ചു തരാം. ഓക്കെ, ചേച്ചി ഓൾറെഡി പറഞ്ഞു ചേച്ചി കൂടോത്രത്തിലൊന്നും വിശ്വാസം ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. ആ പ്ലാച്ചി എന്ന് പറയുന്ന ആ പാവയ്ക്കകത്ത് കൂടോത്രം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ലെന്നാ ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ അത് ഫീൽ ചെയ്തിട്ടില്ലെന്നേ ഞാൻ. ചേച്ചി റിയൽ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും വന്ന ചേച്ചി പേടിക്കൂ? റിയലായിട്ട് അനബല്ല സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാവം, നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരിതുവരെ ഒറ്റയ്ക്കൊക്കെ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും പേടി വരും. ഞാൻ ആ സിനിമ ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല, പേടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതുപോലെ പ്ലാച്ചിയുടെ കൂടോത്രമുണ്ട്, അതുകൊണ്ടാണ് അനുമോൾ ജയിച്ചത് എന്ന് പറഞ്ഞിട്ടൊരു സ്വാമി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വാമിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു. ഞങ്ങൾ ആ സ്വാമിയുടെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ കണ്ടു, എങ്ങനെയാ ചെയ്യുന്നത് ഒക്കെ കണ്ടു. ഈ പാവയ്ക്കകത്ത് കൂടോത്രം ഉണ്ടെന്നാണ് സ്വാമി? അതെ അതെ അതെ, അങ്ങനെ പറയുന്ന ഒരു വീഡിയോ, ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചേച്ചിക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ചേച്ചി. ഇതാണ് ആ വീഡിയോ കേട്ടോ. അനുമോൾക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ശക്തി വേണം. അവക്ക് പിടിച്ചു നിൽക്കാൻ അവള് ബുദ്ധിപരമായിട്ട് ശക്തി ആർജിച്ചിട്ടുണ്ടെന്നോ? പറഞ്ഞ അനുമോള് ജയിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടാണ് ആ പാവ കൊണ്ടുവന്നത് എന്നാണോ? ഓ, എന്റെ കയ്യും പോയി. എന്താ ഇത്? എന്റെ കൈ പോയി. എന്തുവാ ചേച്ചി? ജസ്റ്റ് പ്രാങ്ക്. ഇത് പ്ലാച്ചിയാ. ഏത് ഈ ചേച്ചിയുടെ പ്ലാച്ചിയാ? ചേച്ചിയുടെ പ്ലാച്ചിയല്ലേ, ഇത് അനുമോളുടെ പ്ലാച്ചിയാ. ജസ്റ്റ് പ്രാങ്ക്. എന്റെ കൈയും കൂടെ പോയി കേട്ടോ. ഇതിനാണോ നീ അവിടെ കിടന്ന് ഇത്ര നേരമായിട്ട് പരങ്ങുന്നത്? പേടിക്കാനൊന്നുമില്ല. പിടിച്ച മോള് കൊണ്ടുക്കോ ചേച്ചിക്ക് വേണ്ടി സ്വാമിയുടെ വീഡിയോ കാണുന്നതിന് മുന്നെയാണ് ഞാൻ എടുത്തോളാം. കൊണ്ടുക്കോ. വേണ്ട, പേടിയില്ല. സ്വാമിയുടെ വീഡിയോ എന്തിനാ നീ എന്നെ കാണിച്ചത്? വിശ്വാസമില്ലാന്ന് പറഞ്ഞിട്ടല്ലേ? കൈയും കൂടെ ഇടിച്ചത് കണ്ടോ? ഇത് കണ്ടോ? പ്രാങ്ക് എന്ത് വാണോ? എല്ലാ പ്രാവശ്യവും കാണും. നീ വന്നപ്പോഴേ എനിക്കറിയാൻ എന്തെങ്കിലും കാണുമെന്ന്. അയ്യോ, സോൾവ് ആയിട്ട് പോയതായിരുന്നു എല്ലാം. ഓക്കെ ഇല്ലേ? ഒരു കഷ്ടമാണ്. ചുമ്മാ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പേടിപ്പിച്ചതാ. പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഇല്ല, വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, വിശ്വസിക്കാത്ത കുറെ പേരുണ്ട്. ഇപ്പോഴും വിറയ്ക്കുവാണോ? അല്ല, എലിയോ വല്ലോ ആണെന്ന് ഓർത്താ ഞാൻ ചാടിയത്. പ്ലാച്ചി 2.0. ചേച്ചി വച്ചോ? ചേച്ചിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നതാ. ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്ലാച്ചിയാണിത്. സെയിം ലൈക്ക് പ്ലാച്ചി. എനിവേ, ചേച്ചിക്ക് പേടിയില്ലാന്ന് പറഞ്ഞ സ്ഥിതിക്കായിരുന്നു ഞങ്ങൾ ഇന്ന് പേടിപ്പിക്കാന്ന് വിചാരിച്ചത്. സത്യമായിട്ട് ഞാൻ വേറെ രണ്ട് വീണെന്നാ ഓർത്ത, എലിയോ ആണോന്ന് ഓർത്ത പേടിച്ചു പോയി. പക്ഷെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ചേച്ചി ഇതൊന്ന് കയ്യിൽ വെക്കണം എന്ന്. കുറച്ചൊന്ന് വച്ചേക്ക് ചേച്ചി. ഈ ഇന്റർവ്യൂ തീരുന്ന ഓരോന്ന് കയ്യിൽ വെച്ചേക്കൊന്നും പറ്റില്ല. അതിനെ നോക്കിയിരിക്കട്ടെ, അതൊന്നും ചെയ്യില്ല. ചേച്ചിക്ക് വിശ്വാസം ഇല്ലല്ലോ, പിന്നെന്താ? അങ്ങനെ പറയുമ്പോ ഇങ്ങനെ നോക്കുമ്പോ ഏകദേശം എന്തോ ഒരു വശപ്പശ കൊണ്ടു ഒരു അത് കൊള്ളാം. ബിഗ് ബോസിന്ന് ഇറങ്ങിയതിന് ശേഷം ചേച്ചിക്ക് വിഷമം ഉണ്ടായിരുന്നോ ബാക്കിയുള്ളവരൊക്കെ പിരിയുന്നതിലും കാര്യങ്ങളൊക്കെ? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശാരിക എന്റെ നല്ല ഫ്രണ്ടായിരുന്നു. അവള് ആദിലാനൂറ, അങ്ങനെ കുറെ പേരുണ്ട്. നമുക്ക് പേര് പറയാനും ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ മിസ് ചെയ്യുന്നതിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇറങ്ങിയതിന് ശേഷം ആരെങ്കിലും കാണുമോ, മീറ്റ് ചെയ്യോ? ഇറങ്ങിയതിന് ശേഷം ശാരികനെ കണ്ടായിരുന്നു.
അല്ല റീഎൻട്രിക്ക് ശേഷം പിന്നെ ആരെയും കണ്ടിട്ടില്ല. റീഎൻട്രിക്ക് ശേഷം ആരെയും കണ്ടിട്ടില്ല. വിളിച്ച് അത്രേ ഉള്ളൂ. ഇപ്പോഴും ഇപ്പോഴും റീഎൻട്രിയും കഴിഞ്ഞ എല്ലാ ബിഗ് ബോസും കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും കോണ്ടാക്ട് നിലനിർത്തണം എന്ന് തോന്നിയ ഒരാള് ശരിക അല്ലാതെ, ശരിക എപ്പോഴും ഉണ്ടാവും, ശരിക അല്ലാതെ വേറെ ആരായിരിക്കും? ബിൻസി, ആദില നൂറ, നെവിൻ, ഇവരെയൊക്കെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. പ്രവീണിനെ വിളിക്കാറുണ്ട്. നെവിനെ കുറച്ച് ദിവസം മുന്നേ വിളിച്ചായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളുടെ അനീഷേട്ടൻ ഫസ്റ്റ് റണ്ണറപ്പ് അനീഷിനെ വിളിച്ചായിരുന്നു. ഫസ്റ്റ് റണ്ണറപ്പ് ആയതിനു ശേഷം അനീഷേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ വിഷമായിട്ടോ? അല്ലെങ്കിൽ അനീഷ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അനീഷ് വിന്നറാവുന്നാണ് ഞാനും ഓർത്തത്. എന്തായാലും എനിക്ക് അനീഷിനോട് ഭയങ്കര സ്നേഹം മാത്രം. നല്ലൊരാളാണ്, സംസാരത്തിൽ തന്നെ നല്ല എളിമയാണ്. സോ എനിക്കിഷ്ടമാണ് അനീഷിനെ. അടിപൊളി. ഇപ്പോഴും ആ കോണ്ടാക്ട് നിലനിൽക്കുന്നുണ്ടോ അനീഷ്? എനിക്ക് തോന്നുന്നത് അനീഷ് നല്ല തിരക്കാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അനീഷിനെ വിളിച്ചായിരുന്നു. അപ്പൊ എന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫ്രീ ആകുമ്പോൾ വിളിച്ചിട്ട് കിട്ടാത്ത തിരക്കായതുകൊണ്ടായിരിക്കാം. ഈ ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം ഇവർക്കൊക്കെ കിട്ടിയ സ്വീകരണം, ഈ ഫൈനൽ 5 കിട്ടിയ സ്വീകരണം ഉണ്ടായിരുന്നു. അനുമോൾക്കായാലും അനീഷനായാലും ഒരു ജനക്കൂട്ടം എയർപോർട്ടിൽ കണ്ടവരുന്നു ആ വീഡിയോസ് ഒക്കെ. അനീഷിന്റെ അനുമോളുടെ ഒക്കെ ഞാൻ കണ്ടു വീഡിയോസ്. കണ്ടപ്പോ എന്താ തോന്നിയത്? സന്തോഷം തോന്നി, അല്ലാതെ നമുക്ക് എന്ത് സന്തോഷം. ആ ചേച്ചിക്ക് അപ്പോഴും വാക്കൗട്ട് ആവണ്ട ഫൈനൽ 5? ഒരിക്കലും ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. വാക്കൗട്ട് ആയ നല്ല സമയത്താണ്. അതുകൊണ്ട് കൂടുതൽ ചീഞ്ഞു നാറുന്നതിന് പിന്നെ ഞാൻ സ്ഥലം വിട്ടു. നിന്നെങ്കിൽ ഒരു പക്ഷെ ഫൈനൽ 5 എത്തായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നിയില്ലേ? നിക്കാമായിരുന്നു, നിന്നിരുന്നെങ്കിൽ ഫൈനൽ 5 എത്തായിരുന്നെന്ന് എന്നോട് കുറെ പേര് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. നഷ്ടമായല്ലോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് ഇപ്പോഴും പേഴ്സണൽ ആയിട്ട് ആരോടെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിനുള്ള ദേഷ്യം ഉണ്ടോ? പേഴ്സണൽ ആയിട്ട് ആരോടും ഒരു ദേഷ്യമില്ല. പുറത്തിറങ്ങിയതിന് ശേഷം ഇല്ല. കാരണം മസ്താനി വരെ ഓർത്തത് റീഎൻട്രിക്ക് മസ്താനിയെ വല്ല വഴക്ക് പിടിക്കുവോ, പഴയ കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും പറയുമോ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഓടിച്ചെന്ന് മസ്താനിയെ ചെന്ന് കെട്ടിപ്പിടിച്ചു, നെറ്റിൽ ഉമ്മ കൊടുത്തു, അതൊക്കെ ഞാൻ ചെയ്തു. സോ എന്താ പറയാ, മസ്താനി ചിന്തിച്ച രേണുസുതി അല്ല രേണുസുതി, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിച്ച പോലെ അല്ല രേണുസുതി. നമ്മുടെ മനസ്സിലൊരു നന്മയുണ്ട്, അതായത് നമ്മൾ ക്ഷമിക്കാനുള്ളൊരു കഴിവുണ്ട്. സോ അതൊക്കെ നമ്മൾ അവരോട് ക്ഷമിച്ചു. ഇനി ഇതിന് ശേഷം ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിൽ എല്ലാവരുമായിട്ട്? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഉണ്ടായിരിക്കാം, കാരണം ഗ്രൂപ്പിൽ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോലും എനിക്കത് കോണ്ടാക്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. എല്ലാരേക്കാളും ഏറ്റവും കൂടുതൽ തിരക്കിലായത് രേണു ചേച്ചി എല്ലാരും പറയുന്നുണ്ട്. അതെ, ബിഗ് ബോസ് ഇന്റർനാഷണൽ സെലിബ്രിറ്റി ഇന്റർനാഷണൽ സെലിബ്രിറ്റി ദുബായി പോയി, ബഹ്റിനിൽ പോയി, അതിനുശേഷം വീണ്ടും ദുബായിലാണ് റോസസ് ഡ്യൂവിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം. ദുബായിലേക്ക്. അതെ. ഇനിയിപ്പം അങ്ങോട്ടേക്ക് വിദേശത്തേക്ക് തന്നെ ഇനോഗ്രേഷൻ സെറ്റിൽഡ് ആവാനാണോ പ്ലാൻ? അത് അന്ന് നമ്മുടെ സ്പൈക്കുട്ടം വരെ എന്നെ കളിയാക്കിയല്ലോ ഫിനാലേക്ക്. അതെ. ഒരു കോമഡി സ്കിറ്റില് അല്ല, ഇടയ്ക്ക് സ്പൈക്കുട്ടം വന്നു. ലാലോട് ചോദിച്ചു എന്താ സ്പൈക്കുട്ടം, അപ്പൊ ചെവിയിലെന്തോ പറഞ്ഞു. അതെ, പുള്ളിക്ക് ഇവിടെ നിക്കാൻ സമയമില്ല, പുള്ളി ദുബായിലും ബഹറിലും അമേരിക്കയിലൊക്കെ ഇനോഗ്രേഷന് വേണ്ടിട്ട് പോവാന്ന്. ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ ലാലേട്ടനായിട്ടുള്ളത്. ആ ഫോട്ടോ ഫ്രെയിം ഇപ്പൊ വീട്ടിലുണ്ട്. അത് കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു? ഒരു ഹാപ്പി മൊമെന്റ്, നമുക്ക് എന്നെന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന നിമിഷം. ശരിക്കും മുമ്പും ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. ശരിക്കും മനസന്തോഷം കാരണമാണ് ഈ സൗന്ദര്യം ഇങ്ങനെ കൂടി വരുന്നത്? ഒരിക്കലും അല്ല, മനസന്തോഷം കാരണമൊന്നുമല്ല. നല്ല ഒന്നാന്തര ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. പലരും പറയുന്നില്ലല്ലേ, മിക്കവരും പലരും തുറന്നു പറയാൻ മടിക്കുന്ന കാര്യമാണ്. ഞാൻ റൂമേല് പോയി ട്രീറ്റ്മെന്റ് എടുത്തു. ഗ്ലൂട്ടാത്തയോൺ അറിയാലോ, അതിന്റെ സിറ്റിംഗ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹെയറും എല്ലാം, അങ്ങനെ എൻ്റെ സ്കിന്നിന്റെ എവറി ട്രീറ്റ്മെന്റും അവരാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം പണ്ടത്തെക്കാളും കുറച്ചുകൂടി ഒരു വലിയ ഫെയിം ആയി തോന്നുന്നുണ്ടോ? പണ്ടത്തെക്കാളും കുറച്ചുകൂടെ വലിയ ഫെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് സെലിബ്രിറ്റി ആയി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ പല്ലിനൊരു കുറച്ച് പ്രശ്നമുണ്ട്. അതിപ്പം നൊവോ കെയർ എന്ന് പറയുന്ന നമ്മുടെ ഹോസ്പിറ്റലുകാർ ക്ലിനിക്ക് അത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എനിക്കൊന്നും സമയമില്ല. സമയം കിട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് വേണമല്ലോ പല്ലിന്റെ പ്രശ്നമൊക്കെ.
അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പൊ എല്ലാം കൊളാബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം കൊളവാകാതിരുന്നാ മതി, പക്ഷെ എല്ലാം കൊളാബാ പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് വരുന്നത്. ഇങ്ങോട്ട് തരും, ചെയ്യും, പേയ്മെന്റ് തരും, ചെയ്യും, പേയ്മെന്റിനും ചെയ്യും. കാർ വാങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉടനെ ഒരു വണ്ടി മേടിക്കും. കിച്ചു മൃദപ്പനൊക്കെ എന്ത് പറയുന്നു? രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നു. ആണ്. ഇതിന് ശേഷം വീട്ടുകാരുടെ ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് പണ്ടത്തെ ഫെയിം ആണ്, പണ്ടത്തെക്കാളും ഇപ്പോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഭയങ്കര വലിയ സെലിബ്രിറ്റി ആയി. പപ്പായ അമ്മയും പറയാം അവരുടെ ഫോട്ടോ വരെ എടുക്കും. രേണുസുധീർ അച്ഛനും അമ്മയും അവരുടെ ഫോട്ടോ വരെ എടുത്തിട്ട് പോകുന്നത് അത് ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര വലിയ പ്രൗഡ് മൂമെന്റ് ആണ്. ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ കണ്ട് സന്തോഷാനല്ലേ? ഉറപ്പായിട്ടു. അപ്പൊ ചേച്ചി, നമ്മള് എല്ലാരും പ്രേക്ഷകർ ഒന്നടങ്കം വിചാരിച്ചിരുന്നത് അനീഷേട്ടനാണ് വിന്നർ എന്ന് പ്രേക്ഷകരെല്ലാരും പറയുന്നുണ്ട്. അനീഷ എന്നായിരുന്നു വിന്നർ. അപ്പൊ അത് കഴിഞ്ഞിറങ്ങി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വിന്നർ ആയപ്പോ ചേച്ചിക്ക് വിഷമം തോന്നിയിരുന്നോ? വിഷമം തോന്നില്ല. പിന്നെ അനീഷ നമ്മള് പേഴ്സണലി എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമാണ്. ഇഷ്ടത്തിന് തന്നെ പല അർത്ഥങ്ങളുണ്ടല്ലോ. എന്തായാലും ഒരു നല്ല രീതിയിലുള്ള ഇഷ്ടമാണ് അനീഷിനോട് എനിക്ക്. അത് അനീഷിനോട് ഞാൻ അയാളുടെ അടുത്ത് നേരിട്ട് പറയുകയും ചെയ്തു പിന്നാലെ കഴിഞ്ഞിട്ട്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു അടിപൊളി പേഴ്സണാണ്. അപ്പം സങ്കടമൊന്നും തോന്നില്ല. അനുമോള് സൂചിച്ചാണ്ട പെങ്ങളല്ലേ, പെങ്ങൾ കുട്ടിയെന്നാണ് സൂചിച്ചാണ്ട വിളിച്ചത്. ആ കുട്ടിക്ക് കിട്ടിയത് നമ്മൾ എന്തിനാ സങ്കടപ്പെടണം? സന്തോഷം മാത്രം. അനുമോൾക്ക് സമ്മാനം കിട്ടിയപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മുഖത്തൊരു സന്തോഷമില്ലായ്മ ഉണ്ടായിരുന്നു. എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യം അതായിരുന്നു. 1-2 പേര് മാത്രമായിരുന്നു സന്തോഷിച്ച് ചാടി എണീറ്റത്. ബാക്കി എല്ലാവരും ഒരു എക്സ്പെക്ട് ചെയ്യാത്തൊരു വിന്നറിനെ പോലെ ഇരിക്കുമായിരുന്നു. ചേച്ചിയും അതുപോലൊരു ഇതിലായിരുന്നു. ഞാൻ കൈയടിച്ചല്ലോ, നമ്മൾ ഹാപ്പി. ഞാൻ പറഞ്ഞില്ലേ എന്ത് കിട്ടിയാലും നമുക്ക് അവർക്ക് കിട്ടിയല്ലോ, നമ്മൾ എന്തായാലും വർക്കൗട്ടായി വന്ന. അപ്പോൾ ഏതായാലും ഒരാൾക്ക് കിട്ടണമല്ലോ, നല്ലൊരു ഗെയിമിന് കിട്ടും. ജനങ്ങളല്ലേ തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും ഞാൻ കൈയടിച്ചു. ആണ്. ഓക്കെ, ചേച്ചിയുടെ നെക്സ്റ്റ് പ്ലാനൊക്കെ ഇനി എന്താ? ഞാൻ പറഞ്ഞില്ലേ അടുത്ത ദിവസം ഒരു ദുബായിൽ നമ്മുടെ റോസിന്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട്. അതിന് ക്ഷണിച്ചിട്ടുണ്ട്, പോകണം. പിന്നെ കുറച്ച് ആൽബങ്ങളും എൻ്റെതായിട്ടുള്ള ലോകം, ചെറിയ ലോകം. ആൽബം, ഷോർട്ട് ഫിലിം, ആൽബം, റീൽസ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് 1-2 ഇന്റർവ്യൂസ്. ഇടയ്ക്ക് ഒരു ഗോസിപ്പാണോ എന്താണെന്നറിയില്ല, ചെറുതായിട്ടൊന്ന് കേട്ടതാ വീണ്ടും ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യം ആണോ? ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു, പ്രപ്പോസൽസ്. അപ്പം അതില് ഒരെണ്ണം ഇപ്പം എന്തായാലും ഇങ്ങനെ നിപ്പുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ മക്കളെ എന്തായാലും നോക്കണം, അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ കല്യാണം ചെയ്ത്. പിന്നെ ഇപ്പം കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അവരൊരു ഇഷ്ടം വന്ന് പറഞ്ഞു, നമുക്ക് നോക്കാം, മുന്നോട്ട് നോക്കാം. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കണം. കാരണം ഇനിയൊരു എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഇനിയും തകർന്നു പോയി കഴിഞ്ഞാൽ പോയതാണ്. ഇനിയൊന്നും തിരിച്ചു വരവ് എൻ്റെ ജന്മത്തിൽ നടക്കൂല. സോ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് വന്നൊരു ആലോചന നമുക്കെല്ലാം ഞാൻ ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ, സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുക. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അംഗീകരിക്കുന്ന ആള്. പിന്നെ അതുപോലെ സുധിച്ചേട്ടൻ, ആ ഒരു ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ ഇപ്പം ആദ്യ ഭാര്യ മരിക്കുമ്പോൾ രണ്ടാമതൊരു ഭാര്യ കിട്ടുമ്പോൾ ഭർത്താവ് പറയുന്നത് എൻ്റെ ആദ്യ ഭാര്യയുടെ കാര്യം പറയുമ്പോൾ ചില രണ്ടാമത്തെ അവർക്ക് അപ്പം എനിക്ക് എപ്പോഴും സുധിച്ചേട്ടൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്കിപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇത് തന്നെ എഴുതിയേക്കുന്നത് കൊണ്ടാണ്. അപ്പം അതൊക്കെ അംഗീകരിക്കുന്ന ഒരാളാവണം. അല്ലാതെ സൂചിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരും, സൂചിച്ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ പോലും ചില റിലേഷനിൽ പോസസീവ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലോ പൊതുവെ. സോ എന്തായാലും എന്നാ പറയണ്ടേ, കല്യാണം കഴിക്കാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ വന്ന ഒരു ആലോചന ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അത് പ്രൊസീഡ് ചെയ്തേക്കാം, ഒന്നും അറിയില്ല. ഈ മതിലും പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനിത് വീട്ടിൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ പോലെ രേണു കുഞ്ഞുങ്ങളെ നോക്കാം, രേണുവിനെ ഇഷ്ടമാണ്. പക്ഷെ ആരാ എന്താന്ന് നമുക്കത് ഇപ്പൊ പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ നടക്കത്തില്ലേ എന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം പുറത്ത് വിടാത്തത്. എന്തായാലും എന്നെ നോക്കണം എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് ബോധ്യമാകണം. ഇത് എനിക്ക് കുറേ നാൾ സമയം എടുക്കും ബോധ്യമാകാൻ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കെട്ടാൻ പോവാന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ആളോടൊന്നും പറഞ്ഞിട്ടില്ല. ആളുടെ ഇഷ്ടം പറഞ്ഞു, ഞാൻ വെയിറ്റ്.
നോക്കാം ആലോചിക്കാം. അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേക്കും. അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്ഷിപ്പിൽ പോകാറുണ്ട്, അല്ലാതെ മറ്റൊരു രീതിയിലും ഇല്ല. അപ്പൊ 2-3 ദിവസമായി ടാറ്റു അടിച്ചു. ടാറ്റു ഒന്ന് കാണിച്ചു തരാവോ? എന്താ അതിൽ എഴുതിയേക്കുന്നേ? നോക്ക്. സുധിച്ചേട്ടൻ സൈൻ പോലെ. സൈൻ അല്ലേ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകത്തില്ല. പെട്ടെന്ന് ഞാനും കുറച്ച് ടൈം കൊടുത്തു എന്താണെന്ന്. അതല്ലേ വെറൈറ്റി. നമ്മള് എന്താണെന്ന് പെട്ടെന്ന് നോക്കുമ്പോ മലയാളത്തിൽ സുധിച്ചേട്ടൻ എഴുതുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇതങ്ങനല്ല. അതാണ് നിഗൂഢമായ സുധിച്ചേട്ടൻ. ഇതെന്താ പെട്ടെന്ന് 3 ദിവസം ആയുള്ളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് ടാറ്റു അടിക്കാനുള്ള ഒരു തോന്നാൻ? പെട്ടെന്നല്ല, ചേട്ടനുള്ളപ്പോഴേ ഞാനിങ്ങനെ പറയുമായിരുന്നു ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ ഈ നമ്മള് ഒരുപാട് ഓവറായിട്ട് സ്നേഹിക്കുമ്പോൾ പുള്ളി കണ്ണ് നിറയും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുചേട്ടനെ അറിയാവുന്ന ആർക്കും അറിയാം. സ്നേഹം കൂടുമ്പോൾ സുചേട്ടനെ കണ്ണ് നിറയും. അപ്പൊ ഞാനിങ്ങനെ പറയും, വാവുട്ടയ്ക്ക് വേദന എടുക്കും, വേണ്ടടോ വാവുട്ട എന്നൊക്കെ. ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചെയ്യുന്നത്. അന്ന് എനിക്ക് സാധിച്ചില്ല, പക്ഷെ ഇന്ന് എനിക്ക് സാധിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ എനിവേ ചേച്ചിയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതവും അടിപൊളിയാവട്ടെ. അങ്ങനെയുള്ള ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ കിച്ചുവിനെ ഋതപ്പനെ നോക്കുന്ന ഒരാള് ചേച്ചിയുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് വന്നാ സന്തോഷം, ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പും ഇനോഗ്രേഷനും അങ്ങനെ ഒരുപാടായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇനിയും വളരേണ്ട അങ്ങേയറ്റം വളരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം ചേച്ചി ഇത്ര നേരം സംസാരിച്ചത്. താങ്ക് യു.